തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ ഭൂമി വാഹന പാർക്കിങ്ങിന് ലേലം ചെയ്തു നൽകാനുള്ള ശ്രമം തടഞ്ഞു. വിവിധ ഹൈന്ദവ സംഘടനകളാണ് തീരുമാനത്തെ എതിർത്തത്. ഇതേ തുടർന്ന് ലേലം നിർത്തിവെച്ചു. കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ ലേല നടപടികൾ നടത്തുമെന്ന് കാട്ടി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അറിയിപ്പ് ഒട്ടിച്ചതല്ലാതെ ഉപദേശക സമിതിയെയോ ഹൈന്ദവ സംഘടനകളെയോ ഭക്തജനങ്ങളെയോ അറിയിക്കാതെ രഹസ്യ സ്വഭാവത്തിൽ നടപടി പൂർത്തീകരിക്കാനായിരുന്നു ദേവസ്വം തീരുമാനമെന്നാണ് ആക്ഷേപം. വിവരമറിഞ്ഞെത്തിയ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ അനു എസ് പിള്ളയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ സ്ഥലത്തില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് ജൂനിയർ സൂപ്രണ്ട് രഞ്ജിത്ത് വാര്യരുമായി സംസാരിച്ചു. പടനായർകുളങ്ങര ക്ഷേത്രഭൂമി ലേലം ചെയ്യാനുള്ള തീരുമാനത്തെ സംഘടനാപരമായും നിയമപരമായും എതിർക്കുമെന്ന് ഹിന്ദു സംഘടനാ നേതാക്കൾ അറിയിച്ചു. പേ പാർക്കിങ്ങിന് വേണ്ടി പുറത്തുള്ള തുണിക്കടകളോ വ്യക്തികൾക്കോ ടെൻഡർ ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയുണ്ടായി. ഈ തീരുമാനപ്രകാരം ഇന്ന് 11:30 ലേലം ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്ത് ലേലത്തിൻ്റെ ഭാഗമായിട്ട് മുന്നറിയിപ്പുകളൊന്നും ഒരു വ്യക്തികൾക്കും കിട്ടിയിട്ടില്ല. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലോ കിഴക്കേ നടയിലോ ഇത് എഴുതി ഒട്ടിച്ചിട്ടില്ല. ആകപ്പാട് സബ് ഗ്രൂപ്പ് ഓഫീസറുടെ ഓഫീസിൻ്റെ മുമ്പിൽ മാത്രം ഇത് എഴുതി ഒട്ടിച്ച് പത്രങ്ങളിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് സംബന്ധിച്ച് ശക്തമായി ഹൈന്ദവ സംഘടനകളും ഉപദേശ സമിതിയും കൂടെ ചേർന്നുകൊണ്ട് നമ്മളിത് തടയുകയുണ്ടായി. ഈ ലേലം നടക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ലേലം മാറ്റിവെക്കുകയുണ്ടായി. ഇനി ഈ ലേല നടപടിയുടെ നടത്താൻ ഞങ്ങൾ യാതൊരു കാരണവശാലും സമ്മതിക്കുകയില്ല. പടനായർകുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്തെ സ്ഥലമാണ് പാർക്കിങ്ങിനായി ദേവസ്വം ബോർഡ് കണ്ടെത്തിയത്. ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കുമരഞ്ചിറ ക്ഷേത്രങ്ങളും പട്ടികയിലുണ്ട്. ലേലം താൽക്കാലികമായി നിർത്തിവെച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.